നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം വായിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടതയാലുള്ള നന്മകൾ എന്തൊക്കെയാണെന്നാണ് നാം ചിന്തിക്കുന്നത്. 7 കാര്യങ്ങൾ ഇതിനു മുൻപ് ചിന്തിച്ചു. വീണ്ടും അത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വിശ്വാസയുടെ കഷ്ടത കൊണ്ട് എന്താണ് ഗുണം? 8-ാമത്തെ കാര്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതാ നാം വായിച്ചത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കാം. ഇതേ കാര്യം തന്നെ 17-ാം വാക്യം, 16-ഉം 17-ഉം ചേർത്ത് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. ദൈവവചനത്തിൻ്റെ കഷ്ടത കൊണ്ട് എന്താണ് നേട്ടം? ഇവിടെ 2 വാക്യങ്ങൾ നാം വായിച്ചു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അതിനർത്ഥം അത് ചിന്തിച്ചാൽ, ഇനി വരാൻ പോകുന്നത് ചിന്തിച്ചാൽ ഇന്നുള്ള കഷ്ടം സാരമില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു താരതമ്യമാണ്. 17-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ 4:17 പൗലോസ് പറയുന്നു, നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അനുഭവിച്ച കഷ്ടതയുടെ നീണ്ട പട്ടികയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അതാണല്ലോ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാനും മുഖാന്തരമാകുന്നു. അപ്പോൾ ഇവിടെ ഒരു താരതമ്യമാണ്. അവൻ പറയുന്നു, ഞങ്ങളുടെ അത് ലഘുവായ കഷ്ടമാണ്. ഇതൊക്കെ ലഘുവാണ്. അത് മാത്രമല്ല, നേരത്തേക്കുള്ളത്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഞൊടിക്കുന്ന നേരം, അത്രയേ ഉള്ളൂ. അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാനും മുഖാന്തരം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നടത്തുക. തൻ്റെ ആയുസ് മുഴുവൻ താൻ അനുഭവിച്ച കഷ്ടവും നിത്യ തേജസ്സിനെ മാത്രമല്ല പറയുന്നത്, തേജസ്സിൻ്റെ നിത്യഘനം, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ കാരണമാകുന്നു. അത് നോക്കുമ്പോൾ 10, 30, 40 വർഷം അനുഭവിച്ചോ ഒന്നുമില്ല. കാരണം കിട്ടാൻ പോകുന്നത്. പണ്ട് ഈ ഒരു പാട്ടുണ്ടായിരുന്നു, ക്ഷമിക്കാൻ ഞാനത് പറയുന്നതിൽ, അത് രാഷ്ട്രീയക്കാരതാണ്, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇതുവരെയും കിട്ടിയില്ല, അത് യാഥാർത്ഥ്യം. ഒരു പൊതുലോകവും കിട്ടിയില്ല, നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് നഷ്ടപ്പെടാൻ ഒരായുസ് മുഴുവൻ അനുഭവിച്ച കഷ്ടം. ഞാൻ പലരെ കർത്താവിന് വേണ്ടി അനുഭവിച്ച യാതനകൾ, അവരനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് വായിച്ചു. ഇപ്പോഴും വായിക്കാറുണ്ട്. ഭക്തന്മാരുടെ ജീവിത ചരിത്രം എനിക്കൊരു വലിയ ഉത്തേജനം തരുന്നതാണ്. അല്ലെങ്കിൽ ജീവചരിത്രങ്ങൾ, കർത്താവിന് വേണ്ടി ദൈവദാസന്മാർ കഴിഞ്ഞ നാളുകൾ സഹിച്ചത് ഓർക്കുമ്പോൾ വായിക്കുമ്പോൾ ഞാൻ രചിച്ചു പോകും. കാരണം എനിക്കൊന്നും ഇത്രയും നാൾ കർത്താവിനെ സേവിച്ചിട്ടും അതുപോലെ ഒന്നുമില്ല. അപ്പോൾ താരതമ്യം നടത്തിയപ്പോൾ അയ്യോ, ഈ ആയുസ് അനുഭവിച്ചൊന്നുമില്ല. റോമാലേഖനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള അതിവാഞ്ച നമ്മൾ വർദ്ധിപ്പിക്കാൻ കഷ്ടത കാരണമാകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള അതിവാഞ്ച നമ്മിൽ വർദ്ധിപ്പിക്കാൻ കഷ്ടത കാരണമാകുന്നു. ഒരു പഴയ പാട്ടുണ്ടല്ലോ, പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ചു സഹിക്കുന്ന വിധി ദിനത്തിൽ നമുക്ക് നല്ല ധൈര്യമുണ്ടാകും. പ്രതിഫലത്തിന്മേൽ നമുക്കെന്താ പ്രതിഫലമുള്ളത്? കർത്താവിനെക്കുറിച്ചും എഴുതിയിരിക്കുന്ന എബ്രായത്തിൽ
12-ാമത്തേതിൽ എഴുതിയിട്ടുണ്ടല്ലോ, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി. അപ്പം മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം, അതിനെക്കുറിച്ച് ദർശനമുള്ളവർക്ക് കഷ്ടത ഒന്നുമില്ല. എന്താ സാധിച്ചാലും അത് സന്തോഷിക്കും. കാരണം വലിയൊരു പ്രതിഫലമുണ്ട്, വർണ്ണിക്കാനാവാത്ത പ്രതിഫലമുണ്ട്. അത് മാത്രം ഈ 4-ാമത്തെ തന്നെ അപ്പോസ്തലൻ പറയുന്നത് 4:18, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം. അപ്പം കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് കഷ്ടത ഭാരമായി തോന്നുന്നത്, കഠിനമായി തോന്നുന്നത്, ശാപമായി തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ലോക ഭൗതിക സുഖങ്ങൾ, താൽക്കാലിക സുഖങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്നവർക്ക് കഷ്ടത വരുമ്പോൾ അത് വലുതാണ്, എന്തോ ഭയങ്കരമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ കാരണം ദൈവവചനം പറയുന്നത് അത് നിത്യമെന്ന അവരുടെ ധാരണ. ദൈവവചനം പറയുന്നു കാണുന്നത് താൽക്കാലികം, കാണുന്നത് താൽക്കാലികം. ഞാൻ പറയുന്നില്ല, ദൈവവചനം വ്യക്തമായി പറയുന്നു. വലിയ കാറ്, വലിയ വീട്, എസ്റ്റേറ്റ്, പെട്ടി നിറയെ ബാങ്ക് അക്കൗണ്ട്, വലിയ ബാങ്ക് അക്കൗണ്ട്, പെട്ടി നിറയെ പണം, മനുഷ്യരെല്ലാവരും ബഹുമാനിക്കുന്ന സ്ഥാനം, പദവി, ലോകത്തിൽ വലിയ അംഗീകാരം, ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കഷ്ടത എന്ന് പറയുന്നത് ശാപം തന്നെയാണ്. കാരണം കാണുന്നതിനെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ താൽക്കാലികമാണ്. ഇതിപ്പോൾ കണ്ണടിച്ചുറക്കം പോവും. ധനം സമ്പാദിക്കുന്നതിനെ കുറിച്ച് പോലും ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നത് തന്നെ ഇടാത്ത മുട്ട പൊരിഞ്ഞിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണെന്ന്. അവൻ്റെ മധ്യായുസ് അവനെ വിട്ടുപോകും. ഇന്ന് കർത്താവിൻ്റെ പേരും പറഞ്ഞ് പണം വാരി കൂട്ടുക. എന്തിന്? എവിടെ കൊണ്ടുപോകാൻ? ആരെ കാണിക്കാൻ? അതിനെല്ലാം കാരണം ഇതാണ്, കാണാത്തതിനെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്കില്ല. സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ച് വാഞ്ചയുള്ള ദൈവമക്കൾ, അവർക്ക് കഷ്ടത സാരമില്ല. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതിനല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്ക് പിന്നെയും ആവർത്തിക്കുന്നു, പല വീഡിയോകളും അത് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറെ പോലെയും വിരാജിക്കാനാണ് ഇന്ന് പലരുടെയും ലക്ഷ്യം. പക്ഷേ അവർ വഞ്ചിക്കപ്പെട്ടു പോയി. കർഷക നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഗുണം ഇതാണ്, സ്വർഗീയ പ്രതിഫലം. സ്വർഗീയ പ്രതിഫലം വർദ്ധിക്കുന്നു. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇന്ന് സഹിച്ചവർ, കഴിഞ്ഞ തലമുറയിലെ പിതാക്കന്മാരുടെ പാട്ടുകൾ ഇന്നും സജീവമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചൂടേറിയ കഷ്ടത നിറഞ്ഞ പരിക്കൻ സാഹചര്യങ്ങളിൽ കൂടെ അവർ കടന്നുപോയപ്പോൾ അവരുടെ ഉള്ളിലടങ്ങി തിങ്ങി പിങ്ങിയ പ്രത്യാശയും വിശ്വാസവും ധൈര്യവുമാണ് ആ പാട്ടുകളായിട്ട് പുറത്തു വന്നത്. അത് കാലങ്ങൾക്കതീതമായി ഇന്നും നിലകൊള്ളുന്നു. ഇന്നും എത്രയോ ആയിരങ്ങൾ പാടി ആസ്വദിക്കുന്നു. പാടുത്തതുപോലെ കൊച്ചിനെ വെച്ച് പാടി ദുഃഖത്തിൻ്റെ മാനവത്വം കർത്താവ് വന്നാൽ ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന്. പക്ഷേ ഇന്ന് പ്രവൃത്തികൊണ്ടാണെങ്കിലും ഡെഡ് ബോഡി കൊണ്ട് വെച്ചാലും പാടുമല്ലോ. ഞാൻ മുൻ വീഡിയോയിൽ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഞ്ച, നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള, നിത്യതയിൽ അവനോട് എന്ത് അനുഭവിക്കുമെന്നുള്ള കാര്യങ്ങളുടെ അറിവ് നമുക്കുണ്ടാകും തോറും നിരാശയല്ല വർദ്ധിക്കുക. പിന്നെയോ അതുകൊണ്ടല്ലേ 2-5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. തോന്നുന്നൊന്നല്ല, കേട്ടിട്ടുണ്ടെന്നല്ല, സങ്കല്പിക്കാമെന്നല്ല, അറിയുന്നു. ഞങ്ങൾക്കറിയാം. ആ ബോധം, ആ അറിവ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ കഷ്ടത കൊണ്ടുള്ള
ഒരു പ്രധാന ഗുണം ഇതാണ്, സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഞ്ചയുണ്ട്. ഇവിടെ എന്ത് സഹിച്ചാലും സാരമില്ല. പൗലോസ് പറഞ്ഞത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ വലിയ ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒന്ന് തല്ലുകൊണ്ടുപോയാൽ, അല്ലെ ആരെയും ഒന്ന് എന്തെങ്കിലും പുലഭ്യം പറഞ്ഞാൽ, ഒരു പരസ്യത്തിന് നിൽക്കുമ്പോൾ ആരെയും ഒന്ന് കണ്ണുട്ടി കാണിച്ചാൽ, അയ്യോ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവ് പെന്തിക്കോസുകാരെ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും. നോക്കിക്കോണേ, അവനേക്കാളും തരത്താണോ ഇവൻ? രക്ഷിക്കപ്പെടാത്തവൻ അവൻ എന്തും പറയും, അവൻ അറിയത്തില്ല. അവൻ അന്ധബുദ്ധിയായി അജ്ഞാന നിമിത്തം ദൈവത്തിനായി ജീവിക്കുക. അവൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ്, ദൈവമില്ലെന്ന് പറയുന്നവൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് പെന്തിക്കോസുകാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു. അയ്യോ എന്താ അപമാനം? പിന്നെ പ്രതികരണമായി അതിൻ്റെ അർത്ഥം സ്വർഗീയമായതിനെ കുറിച്ചുള്ള വാഞ്ച അവർക്കില്ലാത്തത് കൊണ്ടാണ് പ്രതികരിക്കാൻ പോകുന്നത്. അപമാനമോ നിന്ദയോ ഒക്കെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇതിലും വലിയ നിന്ദ അനുഭവിച്ചവനാണ് എൻ്റെ കർത്താവ്, ഇതിലും വലിയ അപമാനം അനുഭവിച്ചവനാണ് എൻ്റെ കർത്താവ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചും കൊണ്ട് അവർ പുറപ്പെട്ടു പോയി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. അയ്യോ, ഇപ്പോൾ പെന്തിക്കോസ്തുകാരെ എന്താ പറഞ്ഞാലിന് അതിൻ്റെ കാരണം ഇതാണ്, അടിസ്ഥാന കാരണം. പ്രതിഫലത്തെക്കുറിച്ചുള്ള യാതൊരു ബോധ്യവും ഇല്ല. ഇന്നൊരു മതം പെന്തിക്കോസ്താനെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വാസിയാകണമെന്നുണ്ടോ? വീണ്ടും ജനിക്കാത്ത, അല്ലെങ്കിൽ ദൈവാത്മാവിനെ അനുസരിക്കാത്ത, ലോകത്തിന് പേരുണ്ടാക്കാൻ നടക്കുന്നവൻ അവൻ മറ്റവനെ കാണിക്കുന്നതിനേക്കാൾ അപ്പുറം കാണിക്കും. 1 പത്രോസ് 5-ാം 10-ാം വാക്യം, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നിത്യ തേജസ്സിനായി, നിത്യജീവൻ മാത്രമല്ല നിത്യ തേജസ്സിനും വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. നിത്യ തേജസ്സിനായി പൗലോസിന് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നുകൊണ്ടാണ് ഇത് സാരമില്ലെന്ന് പറഞ്ഞു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പോഴെന്ത് വന്നാലും സാരമില്ല, എന്ത് പ്രതികൂലം വന്നാലും സാരമില്ല, എന്ത് എതിർപ്പ് വന്നാലും സാരമില്ല, എന്ത് നിന്ന വന്നാലും സാരമില്ല. നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു 19 വർഷം മുൻപൊക്കെ സുവിശേഷത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിയവരെ സമുദായക്കാർ പോലും പടിയടിച്ച് പിണ്ണം വെച്ചിട്ടില്ലേ? ഉടുത്തിരുന്ന വസ്ത്രവുമായി ഇറങ്ങിപ്പോരുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട്. വിട്ടുപോകുന്ന വീട്ടിലേക്ക് പിന്നെ കയറിച്ചാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവർ കരഞ്ഞും കൊണ്ടല്ല പോയത്, സന്തോഷിച്ചും കൊണ്ട്. കാരണം തങ്ങൾക്ക് കിട്ടിയ നിത്യ പ്രത്യാശ എന്തെന്ന്, അതിൻ്റെ വലിപ്പം എന്തെന്ന്, ഭരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം എന്തെന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. എബ്രായ സഭയുടെ പൗലോസ് പറയുമ്പോൾ അവരുടെ സമ്പത്തുകൾ മറ്റുള്ളവർ അപഹരിച്ച സമയത്ത് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്, ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ, പൗലോസ് കഷ്ടത്തിൽ കടന്നുപോയപ്പോൾ, പത്രോസ് കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ, ആദ്യം സഭയെല്ലാം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ അവർക്ക് നിരാശയെല്ലാം ഉണ്ടായത്. സ്വർഗത്തിൽ നിത്യ തേജസ്സിനായി എന്നെ വിളിച്ചു. നിത്യ തേജസ്, അവനോടുകൂടെ എന്നേക്കും ഇരിക്കാൻ, അവനോട് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഉത്തമ സമ്പത്തോടുണ്ട്. മാത്രമല്ല ഫിലിപ്പിയർ 1 പൗലോസ് പറഞ്ഞല്ലോ, വിട്ടുപിരിഞ്ഞോ ക്രിസ്തുവിനോട് ഇരിക്കുന്നത് എനിക്ക് നല്ലത്, എനിക്ക് അതിവാഞ്ചയുണ്ട് അതിന്. എന്താ കാരണം? അത് അത്യത്വമല്ലോ. ഇന്നോ വിട്ടുപിരിഞ്ഞ് അവനോട് ഇരിക്കുന്നതിൻ്റെ വില അവർക്കറിയത്തില്ല. ഇന്ന് വലിയ വായിൽ തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് പലതും തട്ടിവിടുമെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ ഉത്തമ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്തെങ്കിലും നാം സഹിക്കുന്നെങ്കിൽ ഒന്നും നഷ്ടമാകത്തില്ല. അത് നമ്മെ സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഞ്ച നമുക്ക്
അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? ആദ്യം നാം ചിന്തിച്ച പോലെ നമ്മെ സഹിഷ്ണുതയുള്ളവരാക്കും. നഷ്ടമല്ലല്ലോ. ഇന്ന് ഞാൻ പാടുപെട്ടാൽ എനിക്കിതിനേക്കാൾ നല്ലൊരു ജീവിതമുണ്ട്, വലിയൊരു ജീവിതമുണ്ട്, ശ്രേഷ്ഠമായ ജീവിതമുണ്ട്. ഇത് ചിന്തിക്കാൻ ആധുനിക വിശ്വാസിക്ക് കഴിയുന്നില്ലല്ലോ. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ ഈ ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ. അത് മാത്രമല്ല, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യമാണ്. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയിരുത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പോഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അടുത്ത വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നാനാ പരീക്ഷകൾ കൂടെ കടന്നു പോകുമ്പോൾ അല്പനേരത്തേക്ക് ദുഃഖമുണ്ട്. ശരിയാണ്, ദുഃഖമുണ്ടാകാം. പക്ഷേ ആനന്ദിക്കുന്നു. എന്തുകൊണ്ട് ആനന്ദിക്കുന്ന? പറഞ്ഞ 9-ാം വാക്യത്തിൽ കർത്താവിന് വിശ്വാസത്തിൻ്റെ 7-ാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന പൊന്നിനേക്കാൾ വലിയതാണ് എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ വരുമ്പോൾ പറഞ്ഞു തീരാത്ത, വർണ്ണിക്കാൻ അവാച്യമായ, അതാ ശരി, പറഞ്ഞു തീരാത്തെന്നുള്ളതിനേക്കാൾ ശരിയായ പ്രയോഗം അവാച്യമായ, വാക്കുകളാൽ വിവരിക്കുവാൻ സാധ്യമല്ലാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കഷ്ടതയുടെ വേറൊരു ഗുണം ഇതാ. 9ാമത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. എന്താ? സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. എപ്പോൾ? കഷ്ടതയുടെ നടുവിൽ. കർത്താവിന് വേണ്ടി കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഏത് ഭക്തന്മാരെ നോക്കിയാലും മാനുഷികമായ തലത്തിൽ ദുഃഖമുണ്ടാകാം, പക്ഷേ സ്വർഗീയ സന്തോഷം അവർ അനുഭവിക്കുന്നു. ആ സമയത്ത് വർണ്ണിക്കാനാവാത്ത അവാച്യമായ ആനന്ദം അവർ അനുഭവിക്കും. വിശ്വാസിക്ക് കഷ്ടം വരുമ്പോൾ ദൈവം ദൂരെ നിൽക്കുകയല്ല, ഏറ്റവും അടുത്ത് നിൽക്കുക. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പുതിയ നിയമ വിശ്വാസിയല്ല, ശരിയാ. പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. 7 മടങ്ങ് കൂടുതൽ ചൂടാക്കി അവരെ അതിനകത്ത് ഇട്ടു. അതിനോട് തീർന്നു നെബൂഖദ്നേസർ വിചാരിച്ച്. പക്ഷേ ആണ്ട് മൂട്ടിൽ ശൂലം കൊണ്ടതുപോലെ പുള്ളി ചാടി എഴുന്നേൽക്കുന്നു. തരിച്ച് എല്ലാവരോടും ചോദിക്കുന്നു, നമ്മൾ എത്ര പേരായിട്ട് അവർക്ക് കവചമായി ഇറങ്ങി വന്ന ദൈവപുത്രനെ കാണാൻ 4 പുരുഷന്മാർ, അത് ഒരുത്തൻ ദൈവപുത്രനാണെന്ന് അവന് മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവിന് അവിടെ തീരനടുവിൽ വന്നല്ലോ. ഇതാ പ്രത്യേകത. അപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കഷ്ടതയുടെ നടുവിലാണ്. ആരും കൂട്ടില്ലാതിരിക്കുമ്പോൾ, ആരും ആശ്വാസമില്ലാതിരിക്കുമ്പോൾ കർത്താവ് കൈവിട്ടിട്ടില്ല. ഈ ഇംഗ്ലീഷിൽ ഫുട് പ്രിൻറ്റ്സ് എന്നും പറഞ്ഞ് ഒരു കാഴ്ചപ്പാടുകൾ മിക്കവാറും അമേരിക്കൻ വീടുകളിലൊക്കെ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയുടെ വീടുകളിലൊക്കെ അത് കാണാം. ഒരു ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കും, ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇടുന്ന പോലെ ഫുട് പ്രിൻറ്റ്സ്. അതിൽ സംഭവം ഇതാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു സ്വപ്നം കാണുക. വളരെ പ്രക്ഷുബ്ധമായ ഒരു സ്ഥലത്തോട് നടന്നു പോകുന്നു. രണ്ട് വ്യക്തികളുടെ കാൽപ്പാടുകളുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ, പ്രതികൂലം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ 2 കാൽപ്പാടേ കാണാനുള്ളൂ. പുള്ളി ഉടനെ സങ്കടപ്പെട്ട് കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഈ സമയത്ത് എന്നെ ഒറ്റയ്ക്കിട്ടേച്ച് പോയല്ലോ. ഉടനെ ദൈവനോട് പറഞ്ഞെന്നാണ് അതിലുള്ളത്. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ അതുണ്ടെങ്കിൽ അത് വായിക്കും. എന്നിട്ട് അപ്പോൾ അവനോട് പറഞ്ഞത്, മകനെ, അല്ലെങ്കിൽ ഒരാളുടെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ, ഒരാളെ കാണാനില്ല. ആ സമയത്ത് നീ എൻ്റെ കയ്യിലായിരുന്നു, എൻ്റെ ഉള്ളം കയ്യിലായിരുന്നു. അപ്പോൾ ഉള്ളം കയ്യിലിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിലത്തി ചവിട്ടുന്നത്? ഇത് തന്നെയാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ ശരിയാ, ബാലശിക്ഷയാണ്, താഴ്ത്താൻ ഉപയോഗിക്കുകയൊക്കെ ആണെങ്കിലും കർത്താവോടുണ്ട്. അവന് വേണ്ടിയാണ് നാം സഹിക്കുന്നെങ്കിൽ, പരമാർത്ഥമായിട്ട് സഹിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ നാമനിമിത്തമാണ് സഹിക്കുന്നെങ്കിൽ, നീതി നിമിത്തം സഹിക്കുന്നെങ്കിൽ,
നാം നിരപരാധിയായി പരമാർത്ഥ ഹൃദയത്തോടെ ജീവിച്ചിട്ട് നാം സഹിക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ കൈവിടത്തില്ല, ഉള്ളംകൈയിൽ നമ്മെ താങ്ങും. ഏറ്റവും പ്രതികൂലമായ സമയത്ത് ആ ഉള്ളംകൈയിൽ താങ്ങും. അപ്പോൾ ആശ്വാസം അങ്കലാപ്പല്ല, അവാച്യമായ ആനന്ദമാണ് നാം അനുഭവിക്കുക. ഇതാ കഷ്ടതയുടെ ഫലം. ഇവിടെ കുറേ തോട്ടവും, ഇവിടെ കുറേ വരുമാനവും, ഇവിടെ കുറേ അനുചര വൃന്ദവും, ഇവിടെ കുറേ എല്ലാം ഉണ്ടായിട്ട് എന്ത് സന്തോഷം. വെറുതെ അല്ല ദാവീദ് പറഞ്ഞത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഒരു പഴയ ഭക്തന് അത് പറയാൻ കഴിഞ്ഞല്ലോ. 36 സംഘത്തിൽ പറഞ്ഞ ഇതാണല്ലോ, നിൻ്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ്. സ്വർഗ സന്തോഷത്തിൻ്റെ ഉറവയിൽ നിന്നും നിത്യവും പാനം ചെയ്ത് ആനന്ദി പതിനായി അവൻ നമ്മിലും നാം അവനിലും ആയതാം നിസ്തുല ബന്ധത്തിനായി സ്തുതിക്കാം. സ്വർഗ സന്തോഷത്തിൻ്റെ ഉറവയിൽ നിന്ന് നിത്യവും പാനം ചെയ്ത് ആനന്ദിക്കുന്ന ജീവിതം. പ്രത്യേകിച്ച് കർഷക നടുവിലാവുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലത്തിന് നടുവിൽ, വേദന നടുവിൽ ആ സാന്നിധ്യം കൂടുതൽ ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്. എത്രയോ സന്ദർഭങ്ങൾ അയ്യോ, കർത്താവിൻ്റെ സാന്നിധ്യം, ആ ആശ്വാസം, ആ ആനന്ദ, അപാച്യമായ ആനന്ദം വാക്കുകൾ കൊണ്ട് അത് വർണ്ണിക്കാനൊക്കെയില്ല. ആ ആശ്വാസവും ആ ആനന്ദവും കർഷകരുടെ നടുവിൽ മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. നാം നേരത്തെ ചിന്തിച്ചല്ലോ, കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ പൗലോസിൻ്റെ ജീവിതത്തിലും താന് കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1 പറഞ്ഞല്ലോ, യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങൾ അസ്വസ്ഥനാൽ ഞങ്ങളുടെ ആശ്വാസം പെരുകുന്നു. ഇത്ര ഭയങ്കര പ്രശ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, അവൻ മേലാലും വിടുവിക്കും. അതാ പറഞ്ഞേ, ആ സാന്നിധ്യത്തിൻ്റെ അത് വർണ്ണിക്കാനാകില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാ തിയറി പറയുന്നതല്ല, ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ വയൽ വെള്ളിക്കരനെയും വെച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതല്ല. പലവിധ പ്രതികൂലങ്ങൾ കൂടെ വിദ്യാഭ്യാസ കാലത്തും പിൽക്കാല ജീവിതത്തിലും പലവിധ പ്രതികൂലങ്ങൾ കൂടെ കർത്താവ് നടത്തി കർത്താവിൻ്റെ കരുതൽ അക്ഷരികമായി അനുഭവിച്ച വ്യക്തിയാണ്. അനുഭവത്തിൽ നിന്ന് പറയട്ടെ, അവാച്യമായ അനുഭവിക്കുന്ന ജീവിതമാണ്. നാനാ പരീക്ഷയുടെ നടുവിൽ പരീക്ഷ മാറിയിട്ട് സന്തോഷിക്കല്ല. 6-ാം വാക്യത്തിൽ അതാ 1 പത്രോസ് 1:6 അത് തന്നെ പത്രോസ് പറയുന്നത്, നാനാ പരീക്ഷകളാൽ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ. അതിൻ്റെ ഈ 4-ാമത്തെ 12-ാം വാക്യത്തിലാണ് പറഞ്ഞ് നിങ്ങൾക്ക് അഗ്നിശോധനയാണ് വന്നിരിക്കുന്നതെന്ന്. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളെ അവാച്യമായ മഹിമയുള്ളതും പറഞ്ഞത് അല്ലെങ്കിൽ അവാച്യമായതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. അത് സാധിക്കണമെങ്കിൽ, യഥാർത്ഥ സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നാം പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ, കഷ്ടത നടുവിൽ കൂടെ, എതിർപ്പിൻ്റെ നടുവിൽ കൂടെ, വേദനയുടെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അത് പോയാൽ ഭാഗ്യം. കാരണം അപ്പോഴാണ് മറ്റാരും, അത് ദാവീദും പറഞ്ഞതാണല്ലോ, 21-ാം സംഗീതത്തിൽ അടിക്കടി ഞാൻ ധരിക്കാറുണ്ടല്ലോ, കൂരിൽ താഴ്വരയിൽ കൂടെ പൊക്കോട്ടെ, എനിക്ക് പേടിയില്ല, കാരണം നീ എന്നോട് ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ആ പ്രാഗൽഭ്യമുള്ളവർ ഏത് കഷ്ടതയിലും, ഏത് വേദനയിലും, ഏത് ദുഃഖത്തിലും ഈ ആനന്ദം അനുഭവിക്കും. അപ്പോൾ കഷ്ടത വരുമ്പോഴേ അത് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. വാക്കുകൾക്കതീതമായ സ്വർഗീയ സന്തോഷത്തെ അനുഭവമാക്കണമെങ്കിൽ നാം കഷ്ടതയിൽ കൂടെ പോകണം. അത് അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം താൻ കൂടുണ്ട്, കർത്താവ് കൂടുണ്ട്, കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്, നമ്മെ വിട്ടു പോകത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ വാക്ക് മറന്നവനല്ല. വാസ്തവം പറഞ്ഞാൽ കർത്താവിനോട് ഏറ്റവും അടുത്ത സമയത്താണ് പത്രോസ് മുങ്ങിത്താണത്. ഞാൻ പറഞ്ഞത് കർത്താവ് കൂടുണ്ട്. അപ്പോഴേ കർത്താവിനെ കൈ നീട്ടി പിടിച്ചു. അപ്പോൾ കൈയെത്തും ദൂരത്ത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവുണ്ട്. അപ്പോൾ ആ സാന്നിധ്യം അനുഭവിച്ചാൽ
അവാച്യമായ സന്തോഷത്തോടെ നമുക്ക് ആനന്ദിപ്പാനിടയാകും. അപ്പോൾ കഷ്ടത, ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന മാത്രമല്ല, സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഞ്ച വർദ്ധിപ്പിക്കുന്ന മാത്രമല്ല, സ്വർഗീയ സന്തോഷം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവവേദ്യമാകുവാൻ ഇടയാകുന്നു. ഇതനുഭവിച്ച് ജീവിക്കാം. അപ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ദൈവമക്കൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത്, നഷ്ടമല്ല, നിങ്ങൾ നിരാശപ്പെടേണ്ട. അവൻ കൂടെയുണ്ട്, അവൻ അടുക്കലുണ്ട്. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാത്ത രീതിയിൽ അവിശ്വാസം നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കുന്നുവെങ്കിൽ അത് മാറ്റി വിശ്വാസത്തോടെ അവങ്കിലേക്ക് നോക്കുക. തീർച്ചയായിട്ടും ആ ആനന്ദം അനുഭവിപ്പാൻ, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആ ആനന്ദം അനുഭവിക്കാൻ, അഗ്നിശോധന നടുവിലും സാന്നിധ്യിക്കുവാൻ, സ്വർഗീയ പറഞ്ഞു വർണ്ണിക്കാനാവാത്ത മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുവാൻ നിങ്ങൾക്കിടയാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, കഷ്ടതയുടെ ഗുണങ്ങളെന്തെന്ന് വീണ്ടും ചിന്തിപ്പാൻ ഒരവസരം കൂടെ തന്നു. അതാ ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി അനുഭവിക്കുന്ന ഒന്നും വെറുതെ ആകുകയില്ലല്ലോ. അതിമഹത്തായ പ്രതിഫലം, വാക്കുകൾക്ക് വർണ്ണിക്കാനാവാത്ത പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം. അതുമാത്രമല്ല നാഥ, കർഷകരുടെ നടുവിൽ ഭാവിയിൽ പ്രതിഫലം ഉള്ളത് മാത്രമല്ല, കർഷകരുടെ നടുവിലും അവാച്യമായ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് സാധിക്കുമല്ലോ. അത് വേണ്ടതുപോലെ അനുഭവിച്ച് അങ്ങോട്ട് കൂടെ നിന്ന് പ്രതിസന്ധികളെ നേരിട്ട് നാഥ വിജയശ്രീലാളിതരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.